സന്ദർശനത്തിനു വന്ന വൈദികൻ കോളിംഗ് ബെൽ അമർത്തി. അവിടെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ അച്ഛാ. എപ്പോഴും എപ്പോഴും സ്തുതിയുണ്ടായിരിക്കട്ടെ. അല്ല, ഈ പടങ്ങൾ ആര് വരച്ചതാ? മനോഹരമായിരിക്കുന്നു. ഇവൾ വരച്ചതാ. വരൂ അച്ഛാ. അകത്ത് കടന്ന വൈദികൻ ചുമരിൽ തൂക്കിയ ചിത്രങ്ങൾ നോക്കി. മിടുക്കി. ഇതെല്ലാം മോൾ വരച്ചതാണ്. വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇവൾ നന്നായി വരക്കും. പാഠപുസ്തകത്തിൽ പോലും പടങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് ചാ. ഓ, ഈ പടങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മോൾ വരച്ച പടങ്ങൾ ഞാൻ ഭിത്തിയിൽ തൂക്കും. അത്ര തന്നെ. മോളെ, വരക്കലും ചായം കൊടുക്കലും മാത്രമേ ഉള്ളൂ. കവിതകളും കഥകളും ഒക്കെ ആയിക്കൂടെ? എന്റെ ചേച്ചി നന്നായി എഴുതും. കവിതയും കഥയുമെല്ലാം ചേച്ചിയുടെ പണികളാ. ഓ, നന്നായിട്ടുണ്ടല്ലോ. ഇവ നമ്മുടെ കൈയെഴുത്ത് മാസികയിൽ ചേർത്തുകൂടെ? അതെന്താ അച്ഛാ? നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലൻ അധ്യാപകരും കുട്ടികളും ചേർന്ന് ഓരോ വർഷവും അതിമനോഹരമായ കൈയെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതുപോലുള്ള കൊച്ചുമിടുക്കികളുടെയും മിടുക്കന്മാരുടെയും സാഹിത്യകൃതികളാണ് ഇതിലുള്ളത്. കവിത, കഥ, ഉപന്യാസം, ലേഖനം, ചരിത്രരചന, ഫലിതരചന, ഇന്റർവ്യൂ, നാട്ടറിവ് തുടങ്ങി ഏതു സാഹിത്യകൃതികളും നമ്മുടെ അധ്യാപകരെ ഏൽപ്പിച്ചാൽ അത് പ്രസിദ്ധീകരിക്കും. അതൊരു പുസ്തകമല്ലേ? ഞങ്ങൾക്കൊക്കെ അത് വായിക്കാൻ കിട്ടോ? തീർച്ചയായും. നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ആ പുസ്തകം എടുത്ത് വായിക്കാവുന്നതാണ്. അതാതു കാലത്തെ സംഭവ ബഹുലമാണ് ഈ ഗ്രന്ഥം. ഒപ്പം ഈ മാസിക ഓൺലൈനായി വെബ്സൈറ്റിലും ലഭ്യമാണ്. ആർക്കും മൊബൈൽ നോക്കി വായിക്കാവുന്നതാണ്. ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇനി ഞങ്ങളിതെല്ലാവരോടും പറയും. ഓരോരുത്തരുടെയും കഴിവുകൾ എല്ലാവരും അറിയട്ടെ.